എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള ഫാർമസി അതായത് ബി.ഫാം കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആക്സസ് കോഡും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു റാങ്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ അതായത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിലെ തെറ്റുകൾ ഉണ്ടെങ്കിൽ തെറ്റുകൾ തിരുത്താനുള്ള അവസരം ഈ ഒരു ജൂലൈ 23 വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ബി.ഫാം റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലോഗിൻ ചെയ്ത ശേഷം, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബി.ഫാമിൻ്റെ റാങ്ക് ലിസ്റ്റ് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് റാങ്ക് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ബി.ഫാം കോഴ്സ് പ്രവേശനത്തിനായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ബി.ഫാം കോഴ്സിലേക്കുള്ള പ്രവേശനത്തിലുള്ള റാങ്ക് ലിസ്റ്റ് വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റിലെ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ ലഭ്യമാണ്. പ്രവേശന പരീക്ഷയുടെ കെമിസ്ട്രിക്ക് ലഭിച്ച സ്കോറിനെ 2.25 കൊണ്ട് ഗുണിച്ച ശേഷം ഫിസിക്സിന് ലഭിച്ച സ്കോറിനോടൊപ്പം കൂട്ടുമ്പോൾ ലഭിക്കുന്ന തുകയെ 2/3 കൊണ്ട് ഗുണിച്ച് ബി.ഫാം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള ഇൻഡെക്സ് മാർക്ക് കണക്കാക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന ഇൻഡെക്സ് മാർക്കിൻ്റെ പ്രോസ്പെക്ടസ് ക്ലോസ് 9.4 പ്രകാരമുള്ള നോർമലൈസേഷൻ പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അതിനുശേഷം പരമാവധി ഇൻഡെക്സ് മാർക്ക് 300 ആയിരിക്കും. അപേക്ഷയിലെ അപാകതകൾ കാരണവും അതുപോലെ രേഖകളിലെ അഭാവത്തിലും ബി.ഫാം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതാനും വിദ്യാർത്ഥികളുടെ ഫലം തടഞ്ഞു വെച്ചിട്ടുണ്ട്. അപേക്ഷയിലെ അപാകതകളും അതുപോലെ തന്നെ ഫലം തടഞ്ഞു വയ്ക്കുന്നതിനുള്ള മറ്റ് കാരണങ്ങളും പരിഹരിക്കപ്പെടുന്ന മുറയ്ക്ക് ഇവരുടെ ഫലം പ്രസിദ്ധീകരിക്കുന്നതാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാരണത്താൽ ഒരു വിദ്യാർത്ഥി പ്രവേശനത്തിന് അർഹനാകുന്നതല്ല. പ്രൊഫഷണൽ ഡിഗ്രി പ്രവേശനത്തിന് പ്രോസ്പെക്ടസ് പ്രകാരമുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ ഓരോ വിദ്യാർത്ഥിയും തൃപ്തിപ്പെടുത്തേണ്ടതാണ്. വിദ്യാർത്ഥികൾ പ്രവേശന സമയത്ത് പ്രോസ്പെക്ടസ് ക്ലോസ് 6.2 പ്രകാരമുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ നേടിയിരിക്കണം. ഇത് പ്രവേശന സമയത്ത് കോളേജ് അധികാരികൾ പരിശോധിക്കുന്നതാണ്. റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയുള്ള കാറ്റഗറി ഓർ കമ്മ്യൂണിറ്റി ലിസ്റ്റ് പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബി.ഫാമിൻ്റെ റാങ്ക് ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ വല്ല തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സൗകര്യവും നിലവിൽ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം, അപേക്ഷകൻ്റെ പ്രൊഫൈൽ പരിശോധിക്കാനും അതുപോലെ തന്നെ അപാകതകൾ പരിഹരിക്കുന്നതിനുമുള്ള അവസാന തീയതി ദീർഘിപ്പിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 23 രാത്രി 11:59 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷനിലെ തെറ്റുകൾ തിരുത്തുന്നതിനായിട്ട് സാധിക്കുക. വിദ്യാർത്ഥികൾക്ക് വിശദവിവരങ്ങൾക്ക് 9/7/2024 പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ വിജ്ഞാപനം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ വല്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ തെറ്റുകൾ തിരുത്തുന്നതിനും പ്രൊഫൈൽ പരിശോധിക്കാനും അപേക്ഷയിലെ തെറ്റുകൾ ഉള്ള പക്ഷം അത് പരിഹരിക്കുന്നതിനുള്ള അവസരമാണ് ഈ ഒരു ജൂലൈ 23 രാത്രി 11:59 വരെ നീട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആർക്കിടെക്ചർ പ്രവേശനത്തിനായിട്ടുള്ള, അതായത് ആർക്കിടെക്ചറിൻ്റെ മാർക്ക് ലിസ്റ്റ് അതായത് ആർക്കിടെക്ചറിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ നാറ്റ സ്കോറും അതുപോലെ തന്നെ +2ൻ്റെ മാർക്കും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിനുള്ള അവസരം ജൂലൈ 25 വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.